ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാണെന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടൊക്കെ ഉണ്ടാവും, പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല തുടക്കത്തിൽ എങ്ങോട്ടാ എന്നൊന്നും. എന്തായാലും ഒരു ട്രിപ്പ് പോകാമെന്നറിയാം, പക്ഷേ എക്സാക്റ്റ് സ്ഥലത്തിൻ്റെ പേരൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ലേ, കാരണം നമ്മളല്ല അതിൻ്റെ കോർഡിനേറ്റർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോർഡിനേറ്ററുടെ വീട്ടിലോട്ടാണ് പോകുന്നത് നേരെ. എന്തായാലും നമുക്ക് അവിടെ ചെന്ന് അറിയാൻ പറ്റും എവിടേക്കാണ് എന്താ എന്നൊക്കെ. ഇതൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായതുകൊണ്ട് പ്രത്യേകിച്ച് പ്രിപ്പറേഷനൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ വിൻ്ററൊക്കെ തുടങ്ങിയതിന് ശേഷം ആകെ മടുത്തിരിക്കുകയായിരുന്നു, ജോലിക്ക് പോകുന്നവരും ജോലിക്ക് പോവാത്തവർക്കും എല്ലാവർക്കും. അപ്പോൾ എന്തായാലും ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറച്ചധികം വീടുകൾ വെച്ചിട്ട് ഉള്ള ആ ഒരു ഏരിയയിൽ കമ്മ്യൂണിറ്റി ആയിട്ടാണ് പറയുക. അങ്ങനെ പറഞ്ഞു അവരുടെ വീട്ടിലെത്തി. ഇതാണ് ആയു, പുള്ളിയാണ് ഇവിടുത്തെ മെയിൻ താരം. എന്തായാലും ഫ്രണ്ടിൻ്റെ മോനാണ് കേട്ടോ. പുള്ളിക്കാരൻ എന്തായാലും 2 വയസ്സായിട്ടുള്ളൂ. പുള്ളി ഒരു കനേഡിയൻ ആയതുകൊണ്ട് തണുപ്പ് വലിയ പ്രശ്നമൊന്നുമില്ല പുള്ളിക്ക്. പക്ഷേ നമുക്കത് പ്രശ്നമായതുകൊണ്ട് നമ്മൾ ആളെ പൊതിഞ്ഞ് കെട്ടി എടുത്തിട്ടുണ്ട്. എന്തായാലും കിട്ടിയതൊക്കെ ഭാര്യ പിടിച്ചിട്ട് നമ്മൾ ട്രിപ്പ് തുടങ്ങി. ഇവിടുന്ന് കണ്ടില്ലേ ഇവിടുത്തെ വീടുകൾ. ഈ വീടുകൾ എന്നും എനിക്കൊരു ഹരമായിരുന്നു. നല്ല രസമാണ് കാണാൻ. എനിക്ക് ഇത് കാണുമ്പോൾ ഒരുമാതിരി തീപ്പെട്ടിക്കൂടുകൾ അടക്കി വെച്ചിട്ട് മേൽക്കൂര വെച്ച പോലെ ഉണ്ട് ഇല്ലേ, എനിക്കങ്ങനെയാണ് തോന്നിയത്. എന്തായാലും ട്രിപ്പ് തുടങ്ങിയ സ്ഥിതിക്ക് ഒരു കിക്ക് സ്റ്റാർട്ട് എന്ന പോലെ ടിമ്മിലത്തെ ഒരു കോഫി കുടിച്ചില്ലെങ്കിൽ ഒരു ഗുമ്മുണ്ടാവില്ല. എന്തായാലും ഇവിടുത്തെ കാനഡക്കാരുടെ ഒരു വികാരമാണ് ടിമ്മിലത്തെ കോഫി. അങ്ങനെ കോഫിയൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങി. എന്തായാലും ടിമ്മിലത്തെ കോഫിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വലിയ കോഫി ഫാനൊന്നല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് സാധാരണ നമ്മുടെ പാൽ ചായയാണ്, മിൽക്ക് ടീ. അപ്പോൾ ഈ ഫ്രഷ് മിൽക്ക് ടീ കുടിച്ചിരുന്ന എനിക്ക് ഇവിടെ ടിമ്മിലത്തെ കോഫി കുടിച്ചതിന് ശേഷം മേ ബി വിൻ്റർ ആയതുകൊണ്ടാവും ഈ തണുപ്പത്തൊരു ചൂട് കാപ്പി കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണേ. തട്ടത്തിമറയത്തിൽ നമ്മുടെ നിവിൻ പോളി പറഞ്ഞ പോലെ എൻ്റെ സാറേ ആ കാപ്പി ഒന്ന് കുടിച്ചാലുണ്ടല്ലോ, അങ്ങനെയൊക്കെ അതൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് നീങ്ങിയിട്ടും സ്ഥലത്തൊന്നുമില്ല. നോക്കുമ്പോൾ നല്ല ദൂരമുണ്ട്. ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ കൺട്രി സൈഡ് എന്ന് പറയുന്നത്. കുറച്ച് റൂറൽ ഉള്ളിലോട്ടുള്ള വില്ലേജ് ഏരിയ എന്നൊക്കെ കൺട്രി സൈഡ് എന്നാൽ പൊതുവേ പറയാം. ഇങ്ങനെ കുറേ തരിശുഭൂമികളും ഒക്കെ കിടക്കുന്നുണ്ട്. കൃഷിഭൂമികളാണെന്നാണ് പറയപ്പെടുന്നത്. വിൻ്റർ ആയതുകൊണ്ട് കൃഷിയൊന്നുമില്ല. എന്തായാലും ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്ന എനിക്ക് എന്നും ഇതൊക്കെ ഒരു കൗതുകമായിരുന്നു. എൻ്റെ ഫസ്റ്റ് സ്നോയാണ് കേട്ടോ ഇത്. അങ്ങനെ പോയിരിക്കുന്ന സമയത്താണ് ഇതുപോലൊരു സ്ഥലം, കുറേ മഞ്ഞ്, ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പച്ചപ്പട്ട് വിധാനിച്ച എന്ന് പറയണതിൻ്റെ പോലെ നിറച്ച് വെള്ള പുതച്ച് കിടക്കുന്ന, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വളരെ സാഹിത്യപരമായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയില്ല ചെയ്യലും, പക്ഷെ മനസ്സിന് കുളിർമ തരുന്നൊരു കാഴ്ച തന്നെയായിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ സംതൃപ്തി അടഞ്ഞ് അവിടെ നിന്ന് പോന്നു. എന്തായാലും തുടക്കം തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി പോയി. ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ടാവും. ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്ന്. ഓക്കേ, അങ്ങനെ ഞങ്ങൾ മെഗ്ഡി കയറി ആവശ്യത്തിന് തട്ടി കേട്ടോ. അങ്ങനെ കിഡ്സിൻ്റെ മീലിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ളൊരു ടോയാണിത്, ഡ്രാഗൺ. എന്തായാലും കൊള്ളാമല്ലേ. ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനത്തെ ഒക്കെ ഓരോ ടോയ്സ് മെഗ്ഡിന്ന് കിട്ടുന്നു എനിക്കറിയുണ്ടായിരുന്നില്ല. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് മാൻഡേറ്ററി സെൽഫീസൊക്കെ എടുത്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി. സ്നോ പെയ്യുമ്പോൾ നല്ല അടിപൊളിയാണെന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്നോ പെയ്ത് കഴിഞ്ഞാലുള്ളൊരു അവസ്ഥയാട്ടെ ഈ കാണുന്ന റോഡിൻ്റെ. ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡിലൂടെ ഡ്രൈവ് ചെയ്യാനും നടക്കാനും ഒക്കെ. പിന്നെയെന്ന് പറഞ്ഞാൽ കണ്ടോ, ചെളി നിറഞ്ഞ് പെയ്ത് കിടക്കുമ്പോൾ നല്ല രസമാണ്. പക്ഷെ പെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് കാണുന്ന കാഴ്ച നല്ല ചളി വിളിയായി അളിപിളിയായി നാശകോശമായിട്ടാണ് കേട്ടോ ഈ കിടക്കുന്നത്. വലിയ രസമൊന്നുമില്ല അതിന് ശേഷം. പക്ഷെ പെയ്ത് കിടക്കാൻ കാണാൻ നല്ല ഭംഗിയാണ്.
അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു സംഭവം നോട്ടീസ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഹൈ റൈസ് ബിൽഡിങ്ങുകളൊക്കെ കുറവാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല, വളരെ കുറവാണ്. എല്ലാം ഈ ഒരു ഇടത്തരം ചെറിയ ചെറിയ ബിൽഡിങ്സും വീടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ അതൊക്കെ കണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം കണ്ടുപെട്ടത്. ഇതാണ് ഇവിടുത്തെ സെമിത്തേരി. അത്യാവശ്യം നല്ല ഒരു കാണാൻ നല്ല ഭംഗിയാണ്. ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കാണുന്ന പോലെയൊക്കെ തന്നെ. അറ്റ്ലസ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. യെസ്, നോക്കിയേ എന്തോരം മഞ്ഞാന്ന്, ഫുൾ മഞ്ഞ. അതും അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ മഞ്ഞ് വന്ന് കിടക്കുന്നത്, മരത്തിലും എല്ലായിടത്തും. കാരണം നല്ല സ്നോഫോൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു കാണാനൊക്കെ. ക്രിസ്മസ് ട്രീ ഒക്കെ നിറച്ച് തുരുതുരാന്ന് അടുപ്പിച്ചടുപ്പിച്ചാണ് ക്രിസ്മസ് ട്രീസൊക്കെ നിൽക്കുന്നത്. അത് ഫുള്ള് അതിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് വീണിട്ട് ഏതാണ്ട് ഞാനങ്ങ് കാശ്മീരിൽ എത്തിപ്പെട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനിതുവരെ കാശ്മീരിൽ പോയിട്ടില്ല, പക്ഷേ നമ്മൾ ഫോട്ടോസിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ളത് അങ്ങനെയാണല്ലോ. ഈ നേരെ കാണുന്നതിൽ നിറച്ച് മരത്തിൻ്റെ മുകളിൽ മഞ്ഞായിട്ടുള്ളത് അതാണ് ക്രിസ്മസ് ട്രീ കേട്ടോ. ഏകദേശം എൻ്റെ പകുതിയോളം ഹൈറ്റിൽ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. എന്നിട്ട് വഴി അറിയാതെ നിൽക്കുന്ന നേരത്താണ് ആരൊക്കെ പോയ ചെറിയൊരു പാത കണ്ടത്. എനിവേ ഞങ്ങളും അതേ വെച്ച് പിടിച്ചു അതിൻ്റെ പിന്നാലെ. അങ്ങനെ പോകുമ്പോഴാണ് ഇതിൻ്റെ എക്സാക്റ്റ് നെയിം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുമുട്ടിയത്. യെസ്, ഇതൊരു വാട്ടർഫോളാണ്, ഫ്രോസൺ വാട്ടർഫോൾ, യുജീനിയ ഫോൾസ്. എന്തായാലും ഈ മഞ്ഞത്ത് നടക്കാൻ വലിയ സുഖമൊന്നുമില്ല. എന്തായാലും നമ്മുടെ കൂടെ ഉള്ളവർ എന്തായാലും മുന്നിലോട്ട് പോയിട്ടുണ്ട് വേഗം നടന്നിട്ട്. 2 വഴി കാണുന്നുണ്ട്, പക്ഷെ ഞങ്ങളൊരു വഴി പിടിക്കാം, ഓക്കെ, എത്തണോടത്ത് എത്തട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങ് നടക്കാൻ തീരുമാനിച്ചു. ഫുൾ വുഡ്സാണ്, കുറേ മരങ്ങളും നിറയെ മഞ്ഞും, നല്ലൊരു വ്യൂ ആയിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു മനസ്സിന് സന്തോഷമായിരുന്നു കേട്ടോ. മേ ബി ആദ്യമായിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമുണ്ടാവാം. നമ്മൾ സിനിമയിലും ഒക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഇതൊക്കെ. എനിവേ കണ്ടില്ലേ, ഞാൻ കാല് വെച്ച് നോക്കിയത് എന്തോരം പോകുമെന്നറിയാം. ഇത് നടന്നിട്ട് നീങ്ങിയിട്ട് തീരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചേച്ചും ചിരിച്ചും മറിച്ചും ഒക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിൽക്കുമ്പോഴും എൻ്റെ കൂടെയുള്ളവർ അവിടെ നിന്ന് പതുക്കെ നടന്നു വരുന്നേ ഉള്ളൂ. കുറച്ച് പേരങ്ങ് മുന്നിൽ പോയി, കുറച്ച് പേര് നടന്നിട്ട് നീങ്ങുന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ചാച്ചും ചിരിച്ചുള്ള സെൽഫീസ് എടുക്കലും എൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കലും ഒക്കെ കഴിഞ്ഞ് കണ്ട് നോക്കുമ്പോഴാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. യെസ്, നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഈ കാണുന്നത് കണ്ടോ, ഇതാണ് നമ്മുടെ യുജീനിയ വാട്ടർഫോൾസ്, ഫ്രോസൺ ഫോൾസ്. എന്ത് ഭംഗിയാ നോക്കിയേ. ഞാനിതൊക്കെ ഓരോരോ ഹിന്ദി സിനിമയിലും പിന്നെ നമ്മളുടെ അരവിന്ദ് സ്വാമിയുടെ ഫിലിമിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ.
നേരിട്ട് കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. കാരണം വെള്ളം വീഴണം അതേപോലെ ഫ്രോസൺ ആയിട്ടില്ലേ ഇങ്ങനെ നിൽക്കുക മഞ്ഞ് ഈ മലയുടെ മുകളിൽ. താഴോട്ടാണെങ്കിൽ അത് ഭയങ്കര നല്ല അത്യാവശ്യം നല്ല ആഴമുണ്ട്. അവിടെയൊക്കെ ഫുൾ മഞ്ഞായി നമുക്ക് കിട്ടുന്ന ഒരു ടോപ്പ് വ്യൂ ആണല്ലോ. നിറയെ മരങ്ങളും നിറച്ച് മഞ്ഞും ഒക്കെ. അപ്പോഴാണ് നമ്മളിവിടെ ഒരു സായിപ്പിനെ കാണുന്നത്. പുള്ളിക്കാരൻ പറയണത് ഇതൊരു ട്രെയിലാണ്. ഈ ഒരു ട്രെയിൽ നയാഗ്ര ഫാൾസിൻ്റെ അവിടം വരെ നടക്കാനുണ്ടെന്നാണ് ഈ പുള്ളി പറയുന്നത്. നമുക്കത് അത്ര അറിയില്ല, പക്ഷേ ഈ പുള്ളി പറയുന്നത് അങ്ങനെയാണ്. ഇത്രയും മഞ്ഞൊക്കെ കൂടി കണ്ടുന്നുണ്ടപ്പോൾ നമ്മൾ വലിയവർ തന്നെ എക്സൈറ്റഡ് ആയി ആകെ. അപ്പോൾ പിന്നെ ഈ ചെറിയ ആളുടെ കാര്യം പറയണ്ടല്ലോ. അവൻ ഈ മഞ്ഞൊക്കെ കൂടി കണ്ടതിന് ശേഷം അവനാകെ എന്തെന്നില്ലാത്ത സന്തോഷം. കുറേ മഞ്ഞിൽ വാരി കളിച്ച് അവൻ്റെ അമ്മ അവനെ കഷ്ടപ്പെട്ടിട്ടെടുത്ത് പൊക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ കുട്ടി അങ്ങ് കയറുന്നുമില്ല. അവനങ്ങ് സന്തോഷം കൊണ്ട് വയ്യായിരുന്നു. അത് കണ്ടപ്പോൾ നമുക്കും അത് വല്ലാത്തൊരു രസം തോന്നി. കാരണം എനിക്ക് മറ്റേ പാട്ട് ഓർമ്മ, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴു. ഏകദേശം അതുപോലെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവൻ്റെ ആ ഡ്രസ്സും മഞ്ഞത്തുള്ള അവൻ്റെ സന്തോഷവും ഒക്കെ കൂടിയിട്ട് അവനങ്ങ് അർമ്മതിക്കായിരുന്നു. നമുക്ക് പേടിയുണ്ട് അവൻ്റെ കൈ ഫ്രീസാവോ എങ്ങനെയാ എന്താന്നൊക്കെ. പക്ഷെ അവനെ അതൊന്നും ബാധിക്കുന്ന യാതൊരു പ്രശ്നമില്ല. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. കുറേ മഞ്ഞ് വാരി വിതറിയിട്ടും ഒക്കെ. അങ്ങനെ കുറേ നേരം നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തും അങ്ങനെ ഒരുപാട് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. തൊട്ടടുത്ത് നമ്മുടെ ടിമ്മ് മാത്രമേ ഉള്ളൂ. നേരെ വിട്ടു ടിമ്മിലേക്ക്. ടിമ്മിൽ പോയാൽ കാപ്പി മാൻഡേറ്ററി. ഓക്കെ, അതൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്ന നേരത്താണ് നമ്മുടെ വൻ അലമ്പായിരുന്നു. അങ്ങനെ അവനെടുത്ത് സമാധാനിപ്പിക്കാൻ കൊണ്ടുപോകുന്നതാണ് അത്. അധികം വൈകാണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിച്ചു. ഇതാണ് ഇംഗ്ലീഷ് മിൽസ്. ഇത് അവിടെ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല, അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. അതിൻ്റെ അവിടെ നിന്ന് ജനിയിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. അങ്ങനെ ഇതും അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ ക്യാമറയിൽ നമ്മുടെ നഗ്നനേത്രങ്ങളാൽ കാണുന്ന അത്ര ഭംഗി നമ്മുടെ ഈ ഫോണിലെ ക്യാമറയിൽ കിട്ടില്ലല്ലോ. അത്രയും അടിപൊളിയായിരുന്നു. സൂപ്പർ സ്ഥലമാണേ.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം തട്ടായിട്ടാണ് പോകുന്നത്, കണ്ടില്ലേ എന്ത് ഭംഗിയെന്നറിയുമോ, തട്ടായിട്ട് താഴോട്ട് അങ്ങ് അറ്റം വരെ പോകുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു നിന്ന സമയത്താണ് നമ്മുടെ സ്നോഫോൾ തുടങ്ങി. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കാനഡയിലത്തെ വെതർ കണ്ടീഷൻ അത്യാവശ്യം ആക്യുറേറ്റാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അത്യാവശ്യം നല്ല 80-90% സ്നോ പറയുന്നുണ്ട്. എന്തായാലും തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം. അപ്പോഴേക്കും ഞങ്ങൾ ഇരുട്ടാവുന്നതിന് മുന്നേ വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. ഇവിടെ നൈറ്റ് ലൈഫ് വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ വീട്ടിൽ പോകാം എന്നുള്ള രീതിയിൽ യാത്ര തിരിച്ചു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നേ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം വേണം. വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതൊക്കെ കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് പിക്സാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം വേണം. ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻ്റായിട്ട് കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.